കൊച്ചിയിൽ സിവിൽ പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി SI 4 ലക്ഷം രൂപ പണം തട്ടിയെടുത്തു. അതായത് ഒരു പോലീസുകാരൻ മറ്റൊരു പോലീസുകാരന് പണി കൊടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പാലാരിവട്ടം സ്റ്റേഷനിലെ SI KK ബിജുവിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതും പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. CPO സ്പായിൽ പോയ കാര്യം ഭാര്യയെ അറിയിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഈ SI പണം തട്ടിയതെന്നാണ്. ഇതിന് സംഭവം ഇങ്ങനെയാണ്. ഈ സിവിൽ പോലീസ് ഓഫീസർ ഒരു സ്പായിൽ പോകുന്നു. അതിനുശേഷം അവിടെ നിന്ന് അയാൾ പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോയ ഘട്ടത്തിൽ ഇയാളെ ഫോൺ വിളിക്കുന്നു ഈ സ്പായിൽ ഉണ്ടായിരുന്ന ജീവനക്കാരി. അവർ പറയുന്നു തൻ്റെ താലിമാല കാണുന്നില്ല, അത് നിങ്ങൾ മോഷ്ടിച്ചു എന്നാണ് ഈ ജീവനക്കാരി ഉന്നയിച്ച പരാതി. ഈ പരാതി പിന്നാലെ ഇവർ നിരന്തരം ഇയാളെ വിളിച്ചിങ്ങനെ ശല്യം ചെയ്തു. നിങ്ങളാണ് എൻ്റെ മാല എടുത്തതെന്ന് പറഞ്ഞു. ആ വിഷയത്തിലേക്കാണ് ബിജു ഇടപെടുന്നത്. ബിജു ഒരു ഇടനിലക്കാരനായി ഇടപെടുകയാണ്. ഈ പോലീസുകാരനും അതോടൊപ്പം ഈ ജീവനക്കാരിക്കും ഇടയിലുള്ള ഒരു ഇടനിലക്കാരനായി ഇടപെടുന്നു. ബിജു ഈ പോലീസുകാരനോട് പറഞ്ഞു, പണം നൽകിയില്ല എങ്കിൽ വലിയ പ്രശ്നമാകും, നിങ്ങളുടെ വീട്ടിലടക്കം വിവരങ്ങൾ അറിയും എന്നൊക്കെ പറഞ്ഞ് ഈ പോലീസുകാരനെ തെറ്റിദ്ധരിപ്പിച്ച് കബളിപ്പിച്ച് 4 ലക്ഷം രൂപ വാങ്ങിയെടുത്തു. ഈ സ്പാ ജീവനക്കാരുടെ സഹായത്തോടു കൂടി 4 ലക്ഷം രൂപ ബിജു വാങ്ങിയെടുത്തു എന്നുള്ളതാണ് പരാതി. ആ പരാതി പിന്നാലെ ആദ്യം പരാതി നൽകേണ്ടതില്ല എന്നാണ് സിവിൽ പോലീസ് ഓഫീസർ കരുതിയിരുന്നത്. പക്ഷേ ഈ വിവരങ്ങൾ ചില ആളുകളൊക്കെ അറിഞ്ഞു. അതിന് പിന്നാലെ പാലാരിവട്ടം പോലീസിൽ ഒരു പരാതി നൽകി. ആ പരാതിയിൽ വിശദമായ അന്വേഷണം പാലാരിവട്ടം പോലീസ് നടത്തി. അതിൽ വസ്തുതയുണ്ട് എന്ന് പാലാരിവട്ടം പോലീസിന് മനസ്സിലായി. അങ്ങനെയാണ് അതേ സ്റ്റേഷനിലെ തന്നെ SIക്കെതിരെ ഇപ്പോൾ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ SI ബിജുവിന് പുറമെ മറ്റു 2 പേർ കൂടി കേസിൽ പ്രതികളാണ്. ആ ജീവനക്കാരിയും വേറൊരു ജീവനക്കാരനും കൂടി കേസിൽ പ്രതികളാണ്. ഇവർ പണം നൽകിയ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ റെക്കോർഡിങ്സ്, ഓഡിയോ റെക്കോർഡിങ്സ് എല്ലാം ഈ പോലീസുകാരൻ്റെ പക്കലുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരു പോലീസുകാരൻ തന്നെ മറ്റൊരു പോലീസുകാരന് പണി കൊടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ആകെത്തുകയുള്ള ചിത്രം. എന്തായാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഈ ബിജുവിനെതിരെ വകുപ്പ് തല നടപടിയടക്കം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. പ്രാഥമികമായ അന്വേഷണവും വകുപ്പ് തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്.